ാണ് ഗൾഫ് മലയാളികൾക്ക് സഹിക്കേണ്ടി വരുന്നത്. ഈ ഹക്കീം റൂബ എന്ന ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ പ്രവാസി വകുപ്പിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി വ്യക്തമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട നെല്ലിക്കുന്ന് ഇവിടെ ഒരു ധാരണയിലെത്തിയതല്ലേ, നമുക്ക് ഇനിയും ഒരു ബില്ലുണ്ട് അദ്ദേഹം പറയുന്നത്. അല്ല, ഇങ്ങനെ സംസാരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തെ കോഴിക്കോട് വിമാനത്താവളത്തിൽ ശ്രീ ഹക്കീമിന് കസ്റ്റംസുകാരുടെ മർദ്ദനം ഉണ്ടായി. പക്ഷെ അദ്ദേഹത്തിന് എതിരായിട്ട് ഇപ്പോ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇവിടെ അല്ല സാർ, ഇതൊന്നും പറയാതെ പാസ്സാക്കാൻ പറ്റുമോ സാർ? ഇക്കാര്യത്തിൽ ന്യായമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കണ്ടേ? ഇതൊന്നും സമയമില്ലാതെ നമുക്കിത് പാസ്സാക്കാൻ പറ്റുമോ? അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയണം. ബഹുമാനപ്പെട്ട ശ്രീ എൻ എ നെല്ലിക്കുന്ന് ചൂണ്ടിക്കാണിച്ച ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സഭയുടെ ശ്രദ്ധയിൽ വരേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം പെടുത്തിയിട്ടുള്ളത്. ശ്രീ ഹക്കീമിനെതിരായിട്ട് പോലീസ് കേസെടുത്തു, അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന കാര്യം അതേക്കുറിച്ച് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഒരു നിലപാട് വ്യക്തമാക്കണം എന്ന് ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് സാർ. ഇത് നിയമനിർമ്മാണ സഭയാണ്. ദോശയിടുന്നത് പോലെ ബില്ലുകൾ പാസ്സാക്കുന്നത് ശരിയല്ല. ചർച്ച ചെയ്യാൻ അവസരം കൊടുക്കണം, ഇല്ലെങ്കിൽ വേറെ ദിവസം വെക്കണം. അത് ശരിയല്ല, ഇറ്റ്സ് നോട്ട് കറക്റ്റ്. നിയമനിർമ്മാണ സഭയാണ്, അസംബ്ലിയാണ്. ബഹുമാനമായ സ്പീക്കർ എല്ലാ അംഗങ്ങൾക്കും പറയാനുള്ള അവസരങ്ങൾ കൊടുക്കുകയും ഒരു ബില്ലെന്ന് പറയുന്നത് നിയമമാണ്. നാളെ ഈ നിയമത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കണം. അതുകൊണ്ട് ദയവായി അങ്ങ് ആളുകളെ നിയന്ത്രിക്കരുത്, ചർച്ച ചെയ്യാനുള്ള അവസരം കൊടുക്കണം. ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ സാർ. വല്ലപ്പോഴുമാണ് ഈ ബില്ലുകൾ വരാറുള്ളത്. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ വേറൊരു സമയത്തേക്ക് മാറ്റി വെക്കണം. അല്ലാണ്ട് ബില്ലുകൾ ചർച്ച ചെയ്യാതെ തീരുമാനിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യത്തിന് ഗുണകരമല്ല. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ചെയറിന് വേണ്ടി അല്ല പറഞ്ഞത്. ബഹുമാനപ്പെട്ട മന്ത്രിമാർ പ്രധാനമന്ത്രിയുമായി ചർച്ചയ്ക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരാൻ വേണ്ടിയാണ് ചെയർ പറഞ്ഞത്. അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ഈ ബില്ല് നിയമനിർമ്മാണ സഭയാണോ ഇത്? അങ്ങ് അത് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളല്ലേ? ദയവായി ഈ ബില്ലുകൾ ചർച്ച ചെയ്ത് ചർച്ചകളിലൂടെ ബില്ലുകൾ പാസ്സാക്കണം. ഇത് നിയമനിർമ്മാണമാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്നതാണ് നിയമങ്ങൾ. ചർച്ച ചെയ്യട്ടെ സാർ, അതിനുള്ള അനുവാദം കൊടുക്കണം. ഇഷ്ടം പോലെ സംസാരിക്കാം. ഒരു ചെറുപ്പക്കാരന്, എന്റെ വീട്ടിനടുത്ത് താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരന് അകാരണമായി ഏൽക്കേണ്ടി വന്ന ഒരു മർദ്ദനം, പീഡനം ഈ സഭയുടെ മുമ്പിൽ കൊണ്ടുവരാൻ എനിക്ക് അവസരമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു സാർ ആ മണ്ഡലത്തിൽ എം എൽ എ ഇവിടെ വരുന്നത്? സർ, ഇവിടെ ഉന്നയിച്ച കാര്യം വളരെ പ്രധാനമാണ്. മലബാർ മേഖലയിൽ കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹക്കീം റൂബ എന്ന് പറയുന്ന ഒരു യാത്രക്കാരനെ മാത്രമല്ല, അതിനുശേഷം പിന്നീട് വന്ന ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരു യാത്രക്കാരൻ ഇതേ അനുഭവമുണ്ടായി. കോഴിക്കോട് എയർപോർട്ടിൽ നിരന്തരമായി നടക്കുകയാണ്. എന്ന് മാത്രമല്ല, കസ്റ്റംസ് പീഡിപ്പിച്ച് ഇന്നലെ അധികൃതരുമായി ചർച്ച നടത്തിയവർ അത് മറ്റൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ഹക്കീം റൂബക്കെതിരെ കേസെടുക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി, ആഭ്യന്തരമന്ത്രി കൂടി കേൾക്കേണ്ടതാണ്. ഹക്കീം റൂബ എന്ന് പറയുന്ന ഈ യാത്രക്കാരനെതിരെ ഇപ്പോൾ കേസെടുക്കുന്നു എന്നാണ് അറിയുന്നത്. ഈ കാര്യം വളരെയേറെ ഗൗരവപൂർവ്വം കാണേണ്ട കാര്യമാണ്. കാരണം എയർപോർട്ടിൽ